അല്ലാതെ കേരളത്തിലെ സ്ത്രീകളുടെയും വിധവകളുടെയും അട്ടിപ്പറവശം എഴുന്നില്ല. മനസ്സിലായ? നിനക്കല്ല, നീ ആ കാർഡ് ഇവിടെ ഇറക്കല്ലേ. ഇവിടെ കളിച്ചിട്ട് നീ പൊക്കോ, ഇവിടെ കളിച്ചിട്ട് നീ പൊക്കോ, ഇവിടെ കളിച്ചിട്ട് പൊക്കോ. ഈ ചങ്ങാതിയുടെ അസുഖം ചില്ലറ അസുഖം എന്നല്ല കേട്ടോ. ഒരു സ്ത്രീയുടെ പുറകെ നടന്നിട്ട് കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾക്ക് ഭയങ്കര മ്ലേച്ഛമായ മോശമായ രീതിയിൽ ഇത്തരം സ്ട്രാറ്റജി കൊണ്ടുവരുന്നത്, ഇതിനൊക്കെ ഗെയിം എന്നൊക്കെ പറയാൻ പറ്റും. ഇതൊക്കെ ഏത് ക്വാളിറ്റിയുള്ള ആളുകളെയാണോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്നലെ ഇവൻ്റെ വായിൽ നിന്ന് വീണ ഒരു വാക്കിൻ്റെ പുറത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുവിന് നല്ല ആരാധകർ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചങ്ങാതി കഴിഞ്ഞ തവണ ജിൻഡോനെ ഇതുപോലെ തന്നെ ഒറ്റപ്പെടുത്തി ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞ് ജിൻഡോനെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ച നമ്മുടെ മലയാളികളുള്ള ഈ സ്ഥലത്ത് ഈ പൊട്ടൻ കഴിഞ്ഞ തവണ ഇത് തന്നെ കണ്ടോണ്ടിരുന്നിട്ടല്ലേ പിന്നെ ഇപ്പൊ ഇതിനുള്ളിൽ കയറി എന്ത് അക്ബർ പൊട്ടനല്ലേ? അല്ലേലും ശരിയല്ലേ? ആ കൊച്ചിന്റെ വരെ മനസ്സിലായി. എന്റെ പൊന്ന അക്ബറെ, വെറും പൊട്ടനായതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി എടുത്തിട്ട് ആ സ്ത്രീയുടെ പുറകെ പോണേ. നീ ചിന്തിക്കുന്നത് എന്താണ്, അവളെ ഇതിൽ പ്രകടിക്കും റിയാക്ട് ചെയ്യും, അതിലും അവളെ അങ്ങ് പുറത്താക്കി കളയണം. പക്ഷേ ഭയങ്കര നെഗറ്റീവ് നിനക്കാട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു വീഡിയോ കണ്ട്, ആ വീഡിയോ അല്ല സോറി, ഒരു പോസ്റ്ററിന് താഴെ ഇതിൽ ആർക്ക് വോട്ട് ചെയ്യുന്നുള്ളതിന് താഴെ ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്ന ആളെ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ റിസൾട്ട്. അപ്പോൾ അതാണ് ഒരു സാധാരണ ഒരു സ്ത്രീ ജീവിതത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി അതിൻ്റെ മുമ്പിൽ തെളിഞ്ഞ വഴികളിലൂടെ ഒക്കെ സഞ്ചരിച്ചു, കെട്ടാൻ പറ്റുന്ന വേഷങ്ങളൊക്കെ കെട്ടി, അതങ്ങ് ജീവിച്ചു പോട്ടെന്ന്. എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്?